കാണുന്ന പടം എന്ന് പറഞ്ഞാൽ അഫ്ഗാനിസ്ഥാനിലെ ബാമിയൻ ബുദ്ധ പ്രതിമയാണ്. ഇതേപോലെ ഒരുപാട് വലിയ പ്രതിമകൾ ഉണ്ടായിരുന്നു. താലിബാൻ ആദ്യം അധികാരം കിട്ടിയപ്പോൾ അവർ ചെയ്തത് ഇതെല്ലാം നശിപ്പിക്കുകയാണ്. ചരിത്രത്തിൻ്റെ അവശിഷ്ടങ്ങൾ ഞങ്ങൾക്ക് ഇഷ്ടമല്ല, ഇത് ഞങ്ങൾ ഉണ്ടാക്കുന്ന സ്മരണകൾ ശരിയല്ല, മതപരമായിട്ടുള്ള വികാരം ശരിയല്ല എന്ന് പറഞ്ഞ് എത്രയോ വർഷങ്ങൾ നമ്മൾ കാത്തു സൂക്ഷിച്ചിട്ടുള്ള ഇത്തരത്തിലുള്ള സ്മാരകങ്ങൾ വളരെ നിസ്സാരമായി മതം തകർത്ത് കളഞ്ഞു എന്നുള്ളതാണ് അഫ്ഗാനിസ്ഥാനിൽ കണ്ടത്. ഈ ക്യാൻസൽ കൾച്ചറും ഇത് തന്നെയാണ് ചെയ്യുന്നത്. ഈ പ്രതിമകൾ നിങ്ങളെ കടിക്കുമോ എന്നൊരു ചോദ്യമുണ്ട്. ഇവിടെ ഇരിക്കുന്ന പല രാജാക്കന്മാരുടെ പ്രതിമകളുണ്ടാവും, മന്ത്രിമാരുടെ പ്രതിമകളുണ്ടാവും, നേതാക്കന്മാരുടെ പ്രതിമകളുണ്ടാവും. അതൊക്കെ അതിൻ്റെതായ സ്ഥാനങ്ങളുണ്ട്. അതൊക്കെ ടെല്ലിങ് സ്റ്റോറീസ് അബൌട്ട് ദ പാസ്റ്റ്. നിങ്ങൾ അങ്ങനെ തന്നെ കണ്ടോളൂ. നിങ്ങളതിനെ പോയി പൂജിക്കണമെന്ന് പറയുന്നില്ലല്ലോ. നിങ്ങളതിനെ പോയി കഴിവി അതിന് ആരാധന നടത്തണമെന്നൊന്നും ആരും പറയുന്നില്ല. പക്ഷെ എന്തിനാണ് ഇത്തരത്തിലുള്ള ചരിത്രത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ സംസ്കാരത്തിൻ്റെ ശേഷിപ്പുകളായിട്ടുള്ള കാര്യങ്ങളോട് ഇത്ര അസഹിഷ്ണുത പുലർത്തുന്നത്, ഇത്ര ഹിംസാത്മകമായി പ്രതികരിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം വളരെ പ്രസക്തമാണ്. ഇതാണ് ക്യാൻസൽ കൾച്ചർ. സിംപ്ലി ക്യാൻസലിങ് യു ഓർ ക്യാൻസലിങ് യുവർ ഐഡിയ ആൻഡ് ദാറ്റ് ഐ സേ ട്രോൾ, ട്രാഷ് ആൻഡ് ടെർമിനേറ്റ്. ഇത് ഇപ്പോൾ ആ പ്രതിമ അവിടെ ഇല്ല. ആ പ്രതിമ ആദ്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ആ പ്രതിമ നിന്ന സ്ഥാനത്ത് കാണുന്ന ശൂന്യത. ഇത്തരം ശൂന്യതകൾ സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്ന രണ്ട് ടീമുകളാണ്. ഒന്ന് മതം, മറ്റൊന്ന് ഇതേപോലുള്ള വോക്ക് കൾച്ചർ. താ ലിബറലുകൾ എന്നൊക്കെ നമ്മൾ ഓമന പേരിൽ വിളിക്കാറുണ്ട്.